ഒരു സീൻ അങ്ങോട്ട് തീർത്തു. അതിനുശേഷം പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ബബിതേനാണ്. പുള്ളിക്കാരത്തി റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. ആർക്കായാലും കേൾക്കുമ്പോൾ വിഷമമുള്ളൊരു കാര്യമാണല്ലോ അവളും ഫേസ് ചെയ്തത്. അപ്പോൾ ആ ഒരു വിഷമത്തിൽ പുള്ളിക്കാരത്തി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അലീനനെ വിളിച്ചാലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഫോണിൽ നോക്കുന്ന സമയത്ത് അത്രയും രാത്രിയും കാര്യങ്ങളും ആയതുകൊണ്ടായിരിക്കും എന്നാൽ വേണ്ട എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തി ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇരിക്കുന്നു. അപ്പോൾ കറക്റ്റ് സമയത്താണ് ഫോൺ റിങ് ചെയ്ത് നോക്കുമ്പോൾ അലീന ചേച്ചി. അപ്പം പുള്ളിക്കാരത്തേക്ക് ഭയങ്കര സന്തോഷം. പുള്ളിക്കാരത്തി ഹായ് അലീന ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കോൾ എടുക്കുകയാണ്. അപ്പം നമ്മുടെ അലീന ചേച്ചിക്കാരന് കിടന്നായിരുന്നോടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബബിത പറയുകയാണ് ഞാൻ കിടന്നൊന്നുമില്ല, ഞാൻ എന്നാ ബബിത ചേച്ചി ഒന്ന്. അപ്പം നമ്മുടെ അലീന ചോദിക്കുകയാണ് മോളെ കിടന്നായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിന് ബബിത പറയുകയാണ് ഇല്ല ചേച്ചി, ഞാൻ ചേച്ചീനെ അങ്ങോട്ടൊന്ന് വിളിച്ചാലോ എന്ന് കരുതിയിട്ട് പിന്നെ കിടന്നിട്ടുണ്ടാവുമെന്നും പറഞ്ഞിട്ട് വേണ്ടാന്ന് വെച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ് ഇതെന്നാ മാജിക്കാ. അപ്പോൾ അന്നേരം അലീന പറയണേ ഇത് മാജിക്കൊന്നുമല്ല, ഇപ്പോഴാണ് ഞാൻ ഫ്രീ ആയത്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് അതെന്നാ ഇത്രയും നേരം ഭയങ്കര ബിസി എന്താ പറഞ്ഞതെന്ന് പറയുകയാണ്. എന്തൊക്കെയുണ്ട് അവിടുത്തെ പുതിയ വിശേഷങ്ങൾ, എല്ലാവരുമായിട്ട് സെറ്റായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയണം ഇന്നലത്തെ വരെയുള്ള വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞതല്ലേ, ഇന്ന് പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ല. ആൾക്കാരോട് ഓരോന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അലീന പറയുകയാണ്. അപ്പോൾ അന്നേരം ഇങ്ങനെ ചോദിക്കുകയാണ് ഇന്ന് ചേച്ചിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നോ, എങ്ങനെ അവിടുത്തെ ജോലി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അന്നേരം അലീന പറയുന്നുണ്ട് എനിക്കിങ്ങനെ മടുപ്പ് തോന്നാൻ പാകത്തിനുള്ള ജോലിയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ബബിത ഇങ്ങനെ ചോദിക്കുകയാണ് നല്ല ഹാർഡ് വർക്ക് വേണോ ഈ ഒരു സംഭവമൊക്കെ ചെയ്യാൻ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ പറയുകയാണ്, അലീന പറയുകയാണ് മിക്കവാറും വേണം എന്നാ തോന്നുന്നുണ്ട്, നല്ല ഹാർഡ് വർക്ക് വേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. മെയിൻ കാരണം അവർക്ക് അറിയില്ലല്ലോ എങ്ങോട്ടാ അലീനയെ കൊണ്ടാക്കിയെന്ന്. അപ്പോൾ എല്ലാ സത്യങ്ങളും തുറന്ന് പറയാനും പറ്റത്തില്ല. ഇപ്പോൾ ജോലിക്കാ പോയെന്നുള്ളൊരു കാര്യമല്ലേ അവർക്കറിയുള്ളൂ. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ അലീനയുടെ കുറച്ച് ഫിലോസഫി പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം, നമുക്ക് നോക്കണം എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ് ചിലപ്പം എന്തെങ്കിലും ചെയ്യാൻ കാണും, ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കാണില്ല, ഇതിൻ്റെ ഇടയ്ക്കാണ് ചിലപ്പം പെട്ടിരിക്കുന്നത്, എനിക്ക് പിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്നത് അങ്ങോട്ട് പറ്റത്തില്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ ഇങ്ങനെ അലീന പറയുകയാണ്. അപ്പോഴത്തേക്കിനും ബബിത ഇങ്ങനെ കളിയായിട്ട് പറയണം ഒരു കാര്യം ചെയ്യ്, പുറത്ത് പോയിട്ട് ഒരു 25 ഉരുളങ്കല്ല് എടുത്തിട്ട് വായോ, അതെടുത്തിട്ട് മേശയ്ക്കകത്ത് വെക്കണം, എന്നിട്ട് ഇതെല്ലാം 25 മേശയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ പെറുക്കി വെക്കണം, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം എടുത്ത് നിലത്ത് വെക്കണം, എന്നിട്ട് വീണ്ടും എല്ലാം നിലത്ത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓരോന്നോരോന്നായി പെറുക്കി മേശയിൽ വെക്കണം. അപ്പോൾ ഇങ്ങനെ നിവർന്നും കുനിഞ്ഞും ഒരു എക്സസൈസ് ആവുകയും ചെയ്യും, ആ ഒരു മടുപ്പ് മാറുകയും ചെയ്യും, എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ നല്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അലീന ഈ നല്ല ഐഡിയ ആയിപ്പോയി, നീ ഇത് എവിടെ നിന്നാണ് പഠിച്ചത് എന്നൊക്കെ ഇങ്ങനെ തമാശയൊക്കെയായിട്ട് അവരുടെ ഒരു സ്നേഹവും കുറുമ്പൊക്കെ ഇങ്ങനെ കാട്ടുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബബിത ചോദിക്കുകയാണ് ചേച്ചി എനിക്ക് ചേച്ചീൻ്റെ ഫുള്ള് അഡ്രസ്സും ലൊക്കേഷനും തരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്തിനാ പറഞ്ഞു എനിക്കിപ്പം എന്തെങ്കിലും കാര്യത്തിന് വരണം തോന്നുവാണെങ്കിൽ എനിക്കിങ്ങ് വരാമല്ലോ നേരിട്ട്. അപ്പോൾ ഉടനെ അലീന പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്ന അച്ഛനോട് പറഞ്ഞു. അപ്പോൾ ഉടനെ പറയണം എനിക്ക് എൻ്റെ പൊന്ന് ചേച്ചിയുള്ളപ്പോൾ ഞാൻ പിന്നെ എന്തിനാ അച്ഛനോട് ചോദിക്കണേ. എന്നിട്ട് അവൾ പറയുകയാണ് ഇല്ലെങ്കിൽ അല്ല ഞാൻ തന്നെ അങ്ങ് കണ്ടുപിടിച്ച് വരും. അപ്പോൾ ഉടനെ അലീന ചോദിക്കും നീ എങ്ങനെ കണ്ടുപിടിച്ച് വരും, അതിനാണോ പാട്, ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും, എന്നിട്ട് ഞാൻ അലീന ചേച്ചിയുടെ ഫോട്ടോ ഇങ്ങോട്ട് കാണിച്ചിട്ട് പറയും ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടി മിസ്സിങ് കാണും, പിന്നെ ഞാനായിട്ടൊന്നും കണ്ടുപിടിക്കേണ്ട അവരെല്ലാം കണ്ടുപിടിച്ചോളൂ എന്ന് പറയുമ്പോഴത്തേന് അലീന പറയണം എടി ഭയങ്കര നീ ആൾ കൊള്ളാമല്ലോ, നീ എന്നെ പോലീസ് സ്റ്റേഷനിൽ തന്നെ കയറ്റുമല്ലേ എന്ന് കയറിയിട്ട് രണ്ടുപേരും ചിരിക്കുകയാണ്. ചിരിച്ചതിന് ശേഷം നമ്മുടെ അലീന ചോദിക്കുകയാണ് എവിടെ രോഹിയും കൃഷ്ണയൊക്കെ. അപ്പോൾ ഉടനെ അവൾ പറയുകയാണ് കൃഷ്ണമോള് കിടന്നു, രോഹിയേട്ടൻ കിടന്നിട്ടുണ്ടോ അറിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞപ്പം നമ്മുടെ അലീന ചോദിക്കുകയാണ് അതെന്നെ അറിയാത്തത്. അന്നേരം ഇങ്ങനെ ചോദിക്കുകയാണ് കിടക്കുന്നതിന് മുമ്പുള്ള ഗുഡ് നൈറ്റ് പറച്ചിലൊക്കെ നിർത്തിയോ. അപ്പോൾ അന്നേരം ഉടനെ നമ്മുടെ ബബിത പറയുകയാണ് ഗുഡ് നൈറ്റ് പറച്ചിൽ പോയിട്ട് അടുത്തടുത്തൊന്നും ഇരിക്കാൻ പോലും അമ്മ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും അലീന ചോദിച്ചു എന്നാ പറ്റി അങ്ങനെ ഇപ്പോൾ ഉണ്ടാവാൻ പാത്രം, എന്തെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടായോ അവിടെ. അപ്പോൾ ഉടനെ നമ്മുടെ ബബിത പറഞ്ഞു ഇവിടെ പ്രശ്നങ്ങളേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ പറയാണ് ഞങ്ങൾ അച്ഛൻ്റെ കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണത് അമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, അത് അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും പൊളിക്കണം, അതാണ് അമ്മയുടെ ലക്ഷ്യം, അതിനുവേണ്ടി എല്ലാ പണിയും അമ്മ നോക്കണുണ്ട് എന്നൊക്കെ ഇങ്ങനെ ബബിത പറയുകയാണ്. അന്നേരം നമ്മുടെ അലീന പറഞ്ഞു കൊടുക്കണം ഇനിയിപ്പോൾ എന്നാ മേഡത്തിൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് എല്ലാം കൂടെ പോട്ടെ, അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ, നമുക്ക് കാര്യം നടന്നാൽ മതിയല്ലോ എന്ന് പറയും. അപ്പോഴത്തേക്കിന് നമ്മുടെ ബബിത പറയാണ് ചേച്ചിനോടുള്ള ദേഷ്യത്തിൽ അമ്മ എന്തൊക്കെയൊക്കെയോ ഇവിടെ കാട്ടിക്കൂട്ടുകയാണ്, ഞങ്ങളെ ഇപ്പോൾ കിച്ചണിൽ പോലും കയറ്റണില്ല, പുതിയ സെർവൻറ്റ് വന്നു, ഞങ്ങളെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ അലീന പറയുകയാണ് അത് പോട്ടെ മോളെ, എന്നോടല്ലേ ദേഷ്യം, നിങ്ങളോടല്ലല്ലോ, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, എന്നാന്ന് വെച്ചാൽ അമ്മ ചെയ്യട്ടെ, നിങ്ങൾ മാഡത്തിനോട് വഴക്കിനൊന്നും പോകരുത്, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോഴത്തേക്കും നമ്മുടെ ബബിത പറയണം അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ കാരണോടൊരു വഴക്കുണ്ടായിട്ടോ. അപ്പോഴേക്കും ബബിത എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് നടന്ന സംഭവം കിച്ചണി മുതൽ അവസാനം ബാലേന്ദ്ര വന്നിട്ട് വൈചന്തിനോട് ബഹളം ഉണ്ടാക്കുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് വഴക്കുണ്ടായ കാര്യവും പറഞ്ഞു. അപ്പോഴത്തേക്കിനും നമ്മുടെ അലീന പറയണം പോട്ടെ മോളെ സാരമില്ല, നീ നിൻ്റെ മനസ്സ് കൈവിടാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് പിന്നീട് അതിനുശേഷം രോഹിയുടെ റൂമിൽ പോയതിനുള്ള പ്രശ്നം, അപ്പോൾ ആ ഒരു കാര്യവും നമ്മുടെ ബബിത അലീനോട് പറഞ്ഞു. പിന്നെ ഭയങ്കര മോശമായിട്ടായിരുന്നു അമ്മ സംസാരിച്ചത്, എന്തോ രോഹിയും അവളും കൂടെ അവിടെ എന്തോ മോശമായി എന്തോ ചെയ്യുകയാണെന്നുള്ള രീതിയിലാണ് വൈജയന്തി പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേന് അലീനയ്ക്കത് കേട്ടപ്പോഴത്തേനും വല്ലാണ്ട് വിഷമമായി. അപ്പോൾ ഇങ്ങനെ പുള്ളിക്കാരത്തേക്ക് ഉണ്ടായ ഫീലിങ്സൊക്കെ ഇങ്ങനെ അലീനോട് ഷെയർ ചെയ്യുകയാണ്.
എന്നിട്ട് ഇങ്ങനെ പറയാണ്, ഇത് കാണും രോഹിയേട്ടൻ കേട്ടായിരുന്നെങ്കിൽ, ഭാഗ്യത്തിന് എന്തായാലും രോഹിയേട്ടൻ കേട്ടില്ല, പക്ഷെ കേട്ടായിരുന്നെങ്കിൽ എന്ത് മോശമായിരുന്നേനെ. ഒരു മോശമായ എക്സ്പീരിയൻസിൽ നിന്ന് പുള്ളിക്കാരൻ റിക്കവറായിട്ട് ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ മുൻവിധിയോടെ അമ്മ പറയുകയാണെന്നല്ലേ വിചാരിക്കുകയുള്ളൂ. അത് രോഹിയേട്ടനെ വല്ലാതെ എഫക്റ്റ് ചെയ്യില്ലേ, അതമ്മ അതിനെപ്പറ്റി ചിന്തിച്ചോ, അങ്ങനെയാണോ എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് തന്നെ അവസാനം നമ്മുടെ ബബിത പറയാണ്, ഒരു കാര്യം എനിക്കറിയാം ചേച്ചി, അമ്മ പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നു, എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഒരാളെ ഹേർട്ട് ചെയ്ത് പറയുന്നതിന് അമ്മയ്ക്ക് ഒരു മര്യാദയില്ല. അമ്മ എത്രത്തോളം അവരെ വേദനിപ്പിക്കാമോ അങ്ങനെ പറയും. പക്ഷെ അമ്മേനെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അമ്മ ഇല്ലാത്ത ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. എന്നിട്ട് അവൾ പറയുകയാണ്, ഇത്രയും നാൾ അമ്മ എവിടെ ആയിരുന്നു, അമ്മയുടെ വർത്തമാനം കേട്ടാത്തൊന്നും ഞങ്ങളെ എങ്ങനെ പൊന്നുപോലെ കാത്തു പരിപാലിക്കുകയാണെന്ന്, അങ്ങനെയല്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അവസാനം അലീന പറയണം, മൂക്ക് പറയാനൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞോ. അപ്പോൾ ഉടനെ ബബിത പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കിന് അലീന പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. മാഡം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും മോശമുണ്ടെന്ന് പറയുമോ, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിയിരിക്കുകയോ ചെയ്തതുകൊണ്ടല്ല. ഈ അടക്കി ഭരിച്ച് ഈ അടക്കി ഭരിക്കാൻ ആഗ്രഹമുള്ളവരുടെ ഒരു പ്രത്യേക തന്ത്രമാണ് ഭിന്നിച്ച് ഭരിക്കുക എന്നുള്ളത്. അതാണ് നിങ്ങളിപ്പോൾ അവിടെ കണ്ടത്. എന്നിട്ട് പറയാണ് മാഡത്തിന് നിങ്ങൾ 4 പേരും ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ടിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അത് പൊളിക്കണം, നിങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ ചെയ്തില്ലേ, അതുപോലെ പലതവണയും നിങ്ങൾ 4 പേരും കൂടെ ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ടിരിക്കുമ്പോൾ മാഡത്തിന് തോന്നും മാഡം ഒറ്റയ്ക്കാണെന്ന്. അപ്പോൾ എന്താ മാഡത്തിന് വേണ്ടത്, അവിടെ ഒരു ഭിന്നത ഉണ്ടാക്കണം, നിങ്ങളെ തമ്മിൽ തെറ്റിപ്പിരിപ്പിക്കണം, അതിനുവേണ്ടി ഒരേ കാര്യങ്ങൾ ഉണ്ടാക്കണം. അതിൻ്റെ ഒരു കാര്യമാണ് ഇന്ന് ചെയ്തത്. അതുപോലെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ, പല അറ്റംപ്റ്റ്സും എന്ത് ചെയ്യും ഇങ്ങനെ ഉണ്ടാവും എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അലീന പറയുകയാണ്, നിങ്ങൾ പയ്യെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാഡത്തെയും കൂടെ നിങ്ങളുടെ കൂട്ടത്തിലോട്ട് കൂട്ടുകയാണ് വേണ്ടത്, അല്ലാതെ വഴക്കുണ്ടാക്കുകയല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബബിത പറയുകയാണ്, ഇങ്ങനെ ഒരാളെ ഇത്ര മുറിവേൽപ്പിച്ചിട്ട് വേദനിപ്പിച്ചിട്ട് എന്ത് സുഖമാണ് ഇതിൽ കിട്ടാനുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേന് അലീന പറയുകയാണ്, അത് മോളെ അങ്ങനൊന്നുമല്ല, എപ്പോഴും നഷ്ടപ്പെട്ടു പോയെന്ന് സ്വയം കരുതുന്ന ആ ഒരു അധികാരം പിടിച്ചെടുക്കാനുള്ള തത്രപ്പാടിലാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ മാഡം, അതിലാണ് നിങ്ങളുടെ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അധികാരം, എന്ത് അധികാരം, ഇതൊക്കെ സ്നേഹത്തോടെ ചെയ്യാൻ പാടില്ലായോ. അമ്മയുടെ ആഗ്രഹം അമ്മയ്ക്ക് എപ്പോഴും വിജയിക്കണം, അമ്മയുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടത്തണം. അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും വേദനിപ്പിച്ചായിരുന്നു അമ്മയ്ക്ക് അതൊരു വിഷയമല്ല. ചേച്ചിക്ക് അറിയാമോ അച്ഛനെ എത്രത്തോളം അമ്മ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് എന്നറിയാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ അലീന പറയുകയാണ്, അന്ന് നിങ്ങളെ മാഡത്തിൻ്റെ ഒപ്പം ആയിരുന്നല്ലോ. അപ്പോൾ അവൾ പറയുകയാണ്, ഇല്ലെങ്കിൽ അമ്മയുടെ വായിരിക്കുന്നതെല്ലാം ഞങ്ങൾക്ക് കിട്ടും, അതുകൊണ്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ട് അമ്മയുടെ സൈഡിൽ നിൽക്കുന്നതാണ്. എത്ര കാര്യങ്ങൾ നല്ലത് ചെയ്താലും ക്രിട്ടിസൈസ് ചെയ്യല്ലാതെ ഒരിക്കലും നല്ലത് അമ്മ പറയില്ല. എന്നിട്ട് പറയണം, അപ്പോൾ അതിൽ നിന്നൊരു എസ്കേപ്പിന് വേണ്ടിയിട്ട്, ഒരു സർവൈവലിൻ്റെ ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള ട്രിക്കായിട്ടാണ് അവരതിനെ കരുതിയിരുന്നത്. അതുകൊണ്ട് അമ്മ പറയുന്നതൊക്കെ കേട്ടനുസരിച്ച് അങ്ങനെ നിന്നു എന്നൊക്കെ പറയണം. അപ്പോൾ അലീന പറയണം, ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നിട്ട് അലീന പറയണം, നമ്മളങ്ങനെ കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനോട് ഒരു നീതി പുലർത്താനായിട്ട് പറ്റത്തില്ല. ഒരു കാര്യവും കൂടെ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞില്ലേ ഒരു സർവൈവലിന് വേണ്ടി എന്തോ എപ്പോഴും അമ്മ പറയുന്നതൊക്കെ കേട്ടിങ്ങനെ നിന്നതാണെന്ന്, അതുപോലെ തന്നെ ആയിരിക്കാം മാഡത്തിൻ്റെയും കാര്യവും. എന്നോ ഇതുപോലെ ഈ വാശിയും യുദ്ധമൊക്കെ എടുക്കേണ്ടി വന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു കാരണത്താൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഒപ്പം ചേർക്കുകയാണ് വേണ്ടത്, അല്ലാതെ നിങ്ങൾ വഴക്കും ആ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വീണ്ടും പോകരുത്. അപ്പോൾ ബബിത പറയാണ്, ഇതൊക്കെ നടക്കുമോ എനിക്കറിയില്ല. ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴത്തേനും ബബിത പറയണം, എനിക്ക് വയ്യ ചേച്ചി, ആകെപ്പാടെ എന്തോ ഒന്നുപോലെ ഇങ്ങനെ പറയണം. അപ്പോഴത്തേക്കിനും, അയ്യോ അങ്ങനെ ആവില്ലേ മോളെ, ഞാനില്ലേടാ നിൻ്റെ കൂടെ, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ ഓടി വരില്ലേ നിന്നെ കാണാനായിട്ട്. എന്നിട്ട് പറയണം, വീട്ടിലേക്കല്ല ടൗണിലോ സ്കൂളിലോ കോളേജിലോ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ വരാം, നീ വിഷമിക്കണ്ട. എന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ബബിത ഇങ്ങനെ സൈലൻ്റ് ആവുകയാണ്. അപ്പോഴത്തേക്കിനും അലീന ചോദിക്കണം, എന്നാ മോളെ എന്നാ പറ്റിയത്, നീ എന്നാ മിണ്ടാണ്ടിരിക്കണത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കിന് അവൾ പറയുകയാണ്, ഒന്നുമില്ല ചേച്ചി, എനിക്കൊന്നും മിണ്ടാൻ തോന്നണില്ല എന്ന്. കാരണം പുള്ളിക്കാരത്തിൻ്റെ വിഷമമാണ്, ആ മുഖത്ത് അതാണ് കാണിക്കുന്നത്, ആ മുഖത്ത് ആ ഒരു വിഷമം നന്നായിട്ട് പ്രതിഫലിക്കുന്നുണ്ടൊന്നും മിണ്ടാതെ പെട്ടെന്ന് കുറച്ച് നേരം സൈലൻ്റ് ആയപ്പോഴാണ് അലീന ഇങ്ങനെ ചോദിച്ചത്. എന്നിട്ട് ഇങ്ങനെ അലീന ചോദിക്കുകയാണ്, നമുക്ക് ഒത്തിരി വിഷമമായോടി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേനും എന്നുള്ള രീതിയിൽ അവൾ പറഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് പുള്ളിക്കാരത്തി ഇങ്ങനെ വിഷയം മാറ്റിക്കൊണ്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, നീ കിടക്കുവാണോ. അന്നേരം ഉടനെ ബബിത പറഞ്ഞു, ഏയ് അല്ല. അതിനും പറഞ്ഞു, ഇത്രയും സമയമില്ല എന്നെ കിടന്നേന്നും പറഞ്ഞിട്ട് അവളെ നിർബന്ധിച്ച് കിടത്തി. അന്നേരത്തേക്കിന് അവിടെ ആ ഒരു വാശിക്ക് നമ്മുടെ ബബിതയും ഇങ്ങനെ കിടന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി മോളൊന്നും ആലോചിക്കേണ്ട, മോൾ കിടന്നു എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ അലീന പറയുകയാണ്, സാരമില്ല കൊച്ചിൻ്റെ കൂടെ ഞാനും കിടപ്പുണ്ട്, ഞാൻ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്, ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, ഒന്നും ആലോചിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ബബിത പറയുകയാണ്, കോള് കട്ട് ചെയ്യണ്ട കേട്ടോ, കോള് കട്ട് ചെയ്യണ്ട, ഞാൻ ഉറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ചിലരൊക്കെ അങ്ങനെ ചെയ്യാറില്ല വിഷമമാകുമ്പോഴത്തേക്കിനും. അപ്പോൾ എന്ന് പറയുന്നത് പോലെ അലീന കോള് കട്ട് ചെയ്യാതെ അപ്പുറത്തിരിപ്പുണ്ട്. ബബിത ആ ഫോൺ അങ്ങനെ ചെവിയിൽ വെച്ചുകൊണ്ട് പുള്ളിക്കാരത്തി അങ്ങനെ പയ്യം മയങ്ങുകയാണ്. അങ്ങനെ അലീന അവളിങ്ങനെ ബബിത ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതേസമയം തന്നെ നമ്മുടെ ബബിത അപ്പോഴത്തേക്കിനും സമാധാനത്തോടെ ഇങ്ങനെ ഉറങ്ങുന്നു. അപ്പോൾ ഈ 2 വിഷ്വൽസ് കാണിച്ചുകൊണ്ട് ആ ഒരു സീൻ അവിടെ എൻഡ് ചെയ്യുകയാണ്.